الله الرحمن الرحيم حسبي ربي جل الله الله هو الله ما في قلبي غير الله الله هو الله حسبي ربي جل الله الله هو الله ما في قلبي غير الله الله هو الله തീരം വന്നവരെ ഇമ്പം കൽബകമുള്ളവരെ മുത്ത് ഹബീബെ മറന്നു പോയോ സ്നേഹനിലാവും മാഞ്ഞു പോയോ വിളിക്കൂ തിരുനബിയാരെന്നറിയൂ സ്നേഹിതാ വഫാത്തിൻ നേരവും നമ്മെ ഓർത്ത് കരഞ്ഞതാ യാ നബിയേ യാ നസീബേ ആശിഖീങ്ങൾ പാടിടുന്നേ ഇഷ്കിൻ തീരം വന്നവരെ ഇമ്പം കൽബകമുള്ളവരെ മുത്ത് ഹബീബെ മറന്നു പോയോ സ്നേഹനിലാവും മാഞ്ഞു പോയോ വിളിക്കൂ തിരുനബിയാരെന്നറിയൂ സ്നേഹിതാ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه وأهل بيته أجمعين. يا سيد الأبرار حبك في دمي نهر على نحو الصبابة جاري لك يا نبي الله في أعماقنا قمم من الإجلال والإكرام يا سيد السادات جئتك قاصدا أرجو رضاك وأحتمي بحماك الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله सबसे अला व औला हमारा नबी सबसे ऊंचा व ऊंचा हमारा नबी दोनों आलम के धूला हमारा नबी सबसे अला व अगला हमारा नबी സർവാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വളരെയേറെ മഹത്വമുള്ള ആത്മീയ സദസ്സിന്റെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന
ആത്മീയ പ്രഭാഷണ പരമ്പരയുടെ ആദ്യത്തെ ദിവസത്തിലാണ് നാം ഉള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന വിധം വിജയകരവും സമ്പൂർണവുമാക്കി തരികയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആനുകാലിക യുഗത്തിൽ മുസ്ലിം സമുദായം എല്ലായിടത്തും വിവിധ രീതിയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ, വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആഗോള വർത്തമാനങ്ങൾ വിലയിരുത്തുമ്പോൾ സാമുദായികമായി മുസ്ലിം സമൂഹം കാരണങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിരവധി പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാം അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന അപകടകരമായ സമീപനങ്ങളുടെ അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ ജമ്മു ആൻഡ് കശ്മീരിൽ നിരവധി മുസ്ലിം കുടുംബങ്ങൾ ഏറ്റുവാങ്ങിയ പ്രതിസന്ധികളെ മീഡിയകളോട് പോലും പറയാൻ വേദനിക്കുന്നു എന്ന് കഴിഞ്ഞ 2 ലക്കം മുമ്പുള്ള ഓപ്പൺ മാഗസിൻ വിശാലമായി റിപ്പോർട്ട് ചെയ്തു. ഇശ്റത്ത് ജഹാനുമായി ബന്ധപ്പെട്ട പുതിയ അന്വേഷണങ്ങൾ ഒരു സമുദായത്തെ വേട്ടയാടുന്നതിന്റെയും പ്രതിയാക്കുന്നതിന്റെയും ദാരുണമായ ഇന്ത്യൻ ചിത്രമാണ് നമുക്ക് നൽകുന്നതെന്ന് ഒരു 3-4 ലക്കം മുമ്പുള്ള ടെഹൽക്ക മാഗസിൻ കവർ സ്റ്റോറിയായി കൊടുത്തിരുന്നു. ഇതുപോലെ നമ്മുടെ രാജ്യത്തെ ഓരോ പ്രവിശ്യകളെയും ആധുനിക മുസ്ലിം സമുദായം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ വിലയിരുത്തിയാൽ ആശങ്കാജനകമായ ചില കാര്യങ്ങളൊക്കെ എണ്ണിപ്പറയേണ്ടതുണ്ട്. ആഗോളതലത്തിൽ ഓരോ ഇസ്ലാമിക രാജ്യങ്ങളും അനാഥമാക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങൾ വലിച്ചെറിയപ്പെടുകയും അരക്ഷിതാവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. മുബാറക്കിന്റെ ഈജിപ്ത് മുതൽ അസദിന്റെ സിറിയ വരെയും ഗദ്ദാഫിയുടെ ലിബിയ മുതൽ സ്വാലിഹിന്റെ യമൻ വരെയും ഇറാനിലെ പുതിയ കാഴ്ചപ്പാടുകൾ മുതൽ സർദാരിയുടെ നിലപാടുകൾ വരെയും ആഗോള മുസ്ലിം വർത്തമാനം വിലയിരുത്തിയാൽ
ഒരുപാട് പ്രതിസന്ധികൾ നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നാം കിട രാജ്യങ്ങളാകുന്ന ഫാസ്റ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങൾ അവർക്കുള്ളതിനേക്കാൾ സാമ്പത്തികമായ പിന്നാമ്പുറം നമ്മുടെ മുസ്ലിം രാജ്യങ്ങൾക്കുണ്ട്. അവർക്കില്ലാത്ത ഒരുപാട് മേന്മകൾ രാഷ്ട്രീയപരമായും സാമ്പത്തികമായും പ്രകൃതി വിഭവങ്ങളാലും അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് ഇസ്ലാമിക രാജ്യങ്ങൾ. പക്ഷേ ഓരോ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇല്ലായ്മ ചെയ്യപ്പെടുകയും വ്യവസ്ഥാപിതമായ ഭരണകൂടം വലിച്ചെറിയപ്പെടുകയും ഇനിയും എങ്ങനെ പരിഹരിക്കപ്പെടുമോ എന്ന ആശങ്കയുടെ നടുവിൽ ഓരോ പ്രവിശ്യകളും മാറിക്കൊണ്ടിരിക്കുകയുമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമാന്തരത്തിൽ 10 ദിവസത്തെ വഅദ് വെക്കുമ്പോൾ ലിബിയയുടെയും സിറിയയുടെയും ടുണീഷ്യയുടെയും ഈജിപ്തിന്റെയും യമനിന്റെയും പാകിസ്ഥാനിന്റെയും ഇറാനിന്റെയും ഇറാഖിന്റെയും അഫ്ഗാനിസ്ഥാനിന്റെയും ഒക്കെ രാഷ്ട്രീയ ചിത്രങ്ങൾ എന്തിനാണ് പരാമർശിക്കുന്നത് എന്ന് ചിലപ്പോൾ സംശയിച്ചേക്കാം. അത്തരം ആഗോള വൃത്താന്തങ്ങളെയും വർത്തമാനങ്ങളെയും ഒക്കെ നാം എന്തിന് അനലൈസ് ചെയ്യണം? നാം എന്തിന് വിശദീകരിക്കുകയും പരിശോധിക്കുകയും വേണം എന്ന് സംശയിക്കുന്നവർ ഉണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട ഓരോ രാജ്യത്തിനും കേവലം ഒരു അറബ് ദേശം എന്നതിലുപരി ലോക മുസ്ലിമീങ്ങളെ മുഴുവനും സ്വാധീനിക്കുന്ന ആത്മീയമായ വൈകാരികമായ ചില പശ്ചാത്തലങ്ങൾ ഉണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ശരി, ഈ പറയപ്പെട്ട രാജ്യങ്ങളെല്ലാം ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളാലും ആദരിക്കപ്പെടേണ്ട മഹാന്മാരായ പണ്ഡിതന്മാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും ഉമ്മ വച്ചുറങ്ങുന്ന ഭൂമികളാണ്. ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ചുംബനം വെച്ചുറങ്ങുന്ന ഈജിപ്തിന്റെ മണ്ണിൽ കാലുഷ്യത്തിന്റെ തീക്കനലുകൾ വന്നാൽ കേവലം ഒരു രാജ്യത്തെ മാത്രമല്ല അത് വൈകാരികമായി സ്വാധീനിക്കുന്നത്. അവിടെ കിടന്നുറങ്ങുന്ന നഫീസത്തുൽ മിസ്രിയയും ഇമാം സുയൂത്തിയും ഇമാമുന ഷാറാനിയും തുടങ്ങിയുള്ള ആയിരക്കണക്കിന് മഹത്തുക്കൾ ഈജിപ്തുകാരുടേത് മാത്രമല്ല, ലോക മുസ്ലിമീങ്ങളെ മുഴുവനും വൈജ്ഞാനികമായും ആത്മീയമായും സ്വാധീനിക്കുകയും ബാധിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഈ പറയപ്പെട്ടവരെല്ലാം. അപ്പോൾ ഓരോ രാജ്യവും, യമൻ എന്ന് പറയുന്ന രാജ്യം ഇസ്ലാമികമായി ഈമാനിന്റെ തലസ്ഥാനം എന്ന് പറയാവുന്ന രാജ്യമാണ്. അൽ ഈമാനു യമാനിയുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴിയാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ മക്കായിലെ കഅബാലയത്തിന്റെ ഒരു മൂലയുടെ നാമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റുക്നുൽ യമാനി എന്നാണ്. കഅബാലയത്തിന്റെ ഒരു മൂലയുടെ പേര് യമൻ എന്ന രാജ്യത്തെ സൂചിപ്പിക്കുന്നു, ആ പ്രവിശ്യയിലേക്ക് സൂചകമായി. അതുപോലെ റുക്നു ഷാമി എന്നത് സിറിയ എന്ന പ്രവിശ്യയിലേക്ക് സൂചിപ്പിക്കുന്നു. ഇവിടെ ആനുകാലികമായ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഈ രാജ്യങ്ങളെല്ലാം എന്തുകൊണ്ട് ചണ്ടിചവറുകളായി, അല്ലെങ്കിൽ കലാപങ്ങളുടെയും രക്തച്ചൊരിച്ചിലുകളുടെയും അരക്ഷിതാവസ്ഥയുടെയും കേളീരംഗങ്ങളായി
ഈ രാജ്യങ്ങളെല്ലാം മാറിപ്പോകുന്നത് എന്താണ്? വേറെ എവിടെയും രാജ്യങ്ങളില്ലേ നാറ്റോയുടെ പേടകങ്ങൾക്ക് വർഷിക്കാൻ? വേറെ എവിടെയും എന്തുകൊണ്ട് ഇത്രയും വ്യാപകമായി ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാകുന്നില്ല? വേറെ പ്രവിശ്യകളിലൊന്നും എന്തുകൊണ്ട് വ്യാപകമായി അരക്ഷിതാവസ്ഥ ഭരണരംഗത്ത് വരുന്നില്ല? ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ടതാണ്. അതിന് രാഷ്ട്രീയപരമായും സാമ്പത്തികമായുമുള്ള പല കാരണങ്ങളുമുണ്ട്. ഇവിടെ അത് അപഗ്രഥിക്കേണ്ട വേദിയല്ല. മറിച്ച് ആത്മീയമായ ചില ആലോചനകൾക്കാണ് ഈ വാർത്തകൾ മുഴുവനും നമുക്ക് പ്രചോദനം നൽകുന്നത്. ഗദ്ദാഫി പടുത്തുണ്ടാക്കിയ ഒരു രാജ്യമല്ല ലിബിയ. ഇപ്പോൾ വലിച്ചെറിയപ്പെട്ട ഒരു ഭരണാധികാരിയാണ് അദ്ദേഹമെന്ന് മാത്രമേ ഉള്ളൂ. ബഷാറുൽ അസദ് പടുത്തുണ്ടാക്കിയ രാജ്യമല്ല സിറിയ. അദ്ദേഹം ഇന്നത്തെ ഭരണാധികാരിയാണെന്ന് മാത്രമേ ഉള്ളൂ. സ്വാലിഹ് അബ്ദുള്ള ഉണ്ടാക്കിയ രാജ്യമല്ല യമൻ. ഇപ്പോഴവിടുത്തെ ഭരണാധികാരിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യങ്ങളുടെ എല്ലാം ഇന്നലത്തെ ചിത്രം എന്തായിരുന്നു? ഈ രാജ്യങ്ങളിലെല്ലാം ഇന്നലകളിൽ ഉണ്ടായിരുന്ന ചിത്രം ആത്മാഭിമാനമുള്ള മുസ്ലിം സമുദായത്തിന് പ്രതാപമുണ്ടാക്കുന്ന മഹാന്മാരായ ഉന്നത ശീർഷ്യന്മാരായ ആളുകൾ ഭരണം നടത്തിയിരുന്ന ദേശങ്ങളാണ് ഇതെല്ലാം. പക്ഷേ എന്തുകൊണ്ട് ആനുകാലിക ഭരണാധികാരികൾ വലിച്ചഴക്കപ്പെടുകയും ഇല്ലായ്മ ചെയ്യപ്പെടുകയും രാജ്യം അരക്ഷിതമാവുകയും ഒക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവിടെയാണ് ചില യാഥാർത്ഥ്യങ്ങളെ നാം വായിക്കേണ്ടി വരുന്നത്. ബദീഉസ്സമാൻ സഈദ് നൂർസി എന്ന് പറയുന്ന ഈജിപ്തിലെ ആത്മീയ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മഹാനായ പണ്ഡിതൻ അതിന് മറുപടി പറയുന്നുണ്ട്. ആനുകാലികമായ അറബ് പ്രവിശ്യകളുടെയും ലോക ഇസ്ലാമിക രാജ്യങ്ങളുടെയും മതപതനത്തിന്റെ മൂലകാരണങ്ങൾ, essential cause of the decline of the Islamic world, ഇസ്ലാമിക രാജ്യങ്ങളുടെ അധപ്പതനത്തിന്റെ അനിവാര്യമായ അടിസ്ഥാനപരമായ കാരണങ്ങൾ is the weakening of its very foundations. അടിസ്ഥാനപരമായ ചില കാരണങ്ങളിൽ ദൗർബല്യം സംഭവിച്ചു പോവുകയും വീഴ്ച വരികയും ചെയ്തതാണ് അറബ് രാജ്യങ്ങളുടെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും മുഴുവൻ അധപ്പതനത്തിന്റെയും പരാജയത്തിന്റെയും കാരണമെന്ന് ബദീഉസ്സമാൻ സഈദ് നൂർസി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിലൂടെ പറയുകയാണ്. അദ്ദേഹം ഒട്ടോമൻ മസ്ജിദിൽ വെച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ ഡമാസ്കസ് സെറിമൺസിൽ വായിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഓരോ കാലഘട്ടങ്ങളിലും മുസ്ലിം സമുദായത്തെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുമ്പോൾ അദ്ദേഹം ഇടയിലൂടെ പറയുന്നുണ്ട്, യൂറോപ്പ് ആൻഡ് അമേരിക്ക, അമേരിക്കയും യൂറോപ്പുമെല്ലാം ആർ പ്രഗ്നന്റ് വിത്ത് ഇസ്ലാം. ഇസ്ലാമികമായ മൂല്യങ്ങളിൽ ഭൗതികമായി അവർക്ക് നേട്ടമുണ്ടാക്കുന്ന പല കാര്യങ്ങളെയും അവർ ഏറ്റെടുക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്തിരിക്കുന്നു. One day they will give birth to an Islamic state. ഒരു ദിവസം നാളെ അവരൊരു ഇസ്ലാമിക സമൂഹത്തിന് അഥവാ ഇസ്ലാമിക മൂല്യങ്ങളെ കടമെടുത്ത് ക്ഷേമകരമായ ഒരു സമൂഹ സൃഷ്ടിപ്പിന് അവർ സാരഥ്യം നൽകും. Just as the Ottomans were pregnant with Europe and gave birth to a Islamic European state. ഇന്നത്തെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം പരിഷ്കാരത്തെയും അതുപോലെ തന്നെ സാമൂഹികമായ ദുരാചാരങ്ങളെയും യൂറോപ്യൻ സംസ്കാരങ്ങളെയും എല്ലാം ഏറ്റെടുത്ത് നാളെ ഒരു യൂറോപ്പിനായിരിക്കും ഇസ്ലാമിക സമൂഹം ജന്മം നൽകുക. ബദീഉസ്സമാൻ സഈദ് നൂർസി പറയുന്ന വളരെ അടിസ്ഥാനപരമായ ചില വിശകലനങ്ങളാണിത്. അഥവാ പരിഷ്കാരത്തിന്റെയും ഭൗതികമായ താൽപര്യങ്ങളുടെയും നടുവിൽ നമ്മുടെ സമുദായം ജീവിതത്തെ നയിക്കാൻ തീരുമാനിച്ചപ്പോൾ ലോകതലത്തിലുള്ള ഓരോ രാജ്യങ്ങളും
മറ്റുള്ളവരാൽ തമസ്കരിക്കപ്പെടുന്ന ചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഓപ്പൺ മാഗസിനിലേക്ക് നിങ്ങളെ ഞാൻ തിരിച്ചു വിളിക്കുന്നത്. ബഷാറുൽ അസദിന്റെ ഫാമിലി ഫോട്ടോ കാണുമ്പോൾ ഒബാമയുടെയും മിഷേലിന്റെയും ചിത്രത്തെക്കാൾ നാണം കെടുത്തുന്ന ചിത്രങ്ങൾ, കേണൽ ഗദ്ദാഫിയുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ കുറിച്ച് അറിയുമ്പോൾ നാണം കെടുത്തുന്ന വെപ്പാട്ടിമാരുടെ കഥകൾ, ഇതുപോലെ ഓരോ അറബ് ഇസ്ലാമിക രാജ്യങ്ങളും പടിഞ്ഞാറിന്റെ സൗകര്യങ്ങളെയും പടിഞ്ഞാറിന്റെ ജീവിത സാഹചര്യങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഭരണാധികാരികളായിരിക്കെ തന്നെ ഇസ്ലാമികമായ മൂല്യങ്ങളെ വലിച്ചെറിയുകയും ആത്മീയമായ വിചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തതാണ് ചണ്ടിചവറുകളായി ഇസ്ലാമിക രാജ്യങ്ങൾ വലിച്ചെറിയപ്പെടാനുള്ള കാരണമെന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഇവിടെയുള്ള മുസ്ലിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇന്നലകളിൽ ഗ്രാമാന്തരങ്ങളിൽ അധ്വാനിച്ച് ജീവിച്ച നമ്മുടെ ഉപ്പമാരും ഉപ്പാപ്പമാരുമൊക്കെ ഒരുപാട് ആത്മീയ ചൈതന്യങ്ങളുടെ നിലവറകളും കലവറകളുമായിരുന്നു. ഇന്ന് നമ്മുടെ കയ്യിലേക്ക് ഗൾഫിന്റെ പണമെത്തി, ഭൗതികമായ വിദ്യാഭ്യാസം വന്നു, സാഹചര്യങ്ങളും സംവിധാനങ്ങളും വികസിച്ചു. നമ്മുടെയൊക്കെ കൈകളിൽ ഓരോ പുതിയ പുതിയ ജനറേഷൻ കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 5th ജനറേഷനും 6th ജനറേഷനും ഒക്കെ കയ്യിൽ പിടിച്ച് മോഡേൺ യുഗത്തിലെ ഡെവലപ്മെന്റുകളുടെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ ഇസ്ലാമികമായ മൂല്യങ്ങൾ കാറ്റിൽ പറത്തുകയും ആനുകാലികമായ ജീവിത സാഹചര്യങ്ങളെ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്ന ദുരന്തജനകമായ കാഴ്ചയാണ് നമ്മുടെ സമൂഹത്തിലും വരുന്നത്. ലിബിയ എന്തുകൊണ്ടാണോ പടിഞ്ഞാറിന്റെയും മറ്റ് കക്ഷികളുടെയും കയ്യാങ്കളിക്ക് വിധേയമാകേണ്ടി വന്നത്, അതേ കാരണം തന്നെ നമ്മുടെ സമൂഹത്തിലും വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുബാറക്കിനെ എന്തുകൊണ്ട് വലിച്ചിടുകയും അവിടെ പുതിയ ഭരണകൂടം വരണമെന്ന് സമരമുയരുകയും ചെയ്തുവോ, അതേ കാരണങ്ങൾ നമ്മുടെ സമൂഹത്തിലും വ്യാപിച്ചു വരികയാണ്. അതുകൊണ്ട് ബഷാറിന്റെയും ലിബിയയുടെയും ഓരോ അറബ് ഭരണാധികാരികളുടെയും സ്വപ്നം അവർക്ക് സന്തോഷകരമായി ഭൂമിയിൽ സ്വർഗം പണിയലായിരുന്നു. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ആരും പരാജയപ്പെടാൻ വേണ്ടി മത്സരിക്കുന്നില്ല, ആരും സ്വസ്ഥതയ്ക്ക് വേണ്ടിയല്ലാതെ ചിന്തിക്കുന്നില്ല, ആരും സന്തോഷത്തിന് വേണ്ടിയല്ലാതെ പരിശ്രമിക്കുന്നില്ല. എല്ലാവരുടെയും ലക്ഷ്യം ഹാപ്പിനെസ്, സന്തോഷകരമായി ജീവിക്കണം, ജീവിതം സ്വസ്ഥമാകണം. ഇതിനു വേണ്ടിയാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിജയത്തിന്റെയും മോചനത്തിന്റെയും ശരിയായ മാർഗം, രീതി ഏതാണ് എന്ന് നിർവചിക്കുന്നതിൽ തെറ്റുപറ്റിപ്പോയി. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് മനോഹരമായ ഒരു ഭവനം, സുഖകരമായ ഒരു ജീവിതം, ആവശ്യത്തിന് പണം, ഇഷ്ടമുള്ളതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ജീവിതം, ദാറ്റ് ഈസ് ഹാപ്പിനെസ്, അതാണ് സന്തോഷകരമെന്ന് നാം മനസ്സിലാക്കിപ്പോയി. നമുക്കിഷ്ടമുള്ളത് കാണണം, കേൾക്കണം, രുചിക്കണം, കുടിക്കണം, നടക്കണം, രസിക്കണം, മതിക്കണം, ഇതാണ് ജീവിതത്തിന്റെ മുഴുവൻ ക്ഷേമവുമെന്ന് മനസ്സിലാക്കി. എന്നാൽ ജീവിതത്തിന്റെ ശരിയായ വിജയം എവിടെയാണ്, ഏതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് അബദ്ധം വന്നുപോയത്. അവിടെയാണ് മഹാന്മാരിലേക്ക് നാം വരികയും ആ വിജയത്തിന്റെ വഴിയെ നാം സ്വീകരിക്കുകയും വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് നാം കടന്നു പോവുകയും ചെയ്യേണ്ടത്. തഖ്വല്ലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ വഹുവാ റഅസു ശർരി ഹബായിലാ. ശരിയായ വിജയത്തിന്റെ വഴി ഭൗതികമായ സൗകര്യങ്ങളല്ല, ശരിയായ വിജയത്തിന്റെ വഴി മാനം മുട്ടുന്ന കൊട്ടാരങ്ങളല്ല, ശരിയായ വിജയത്തിന്റെ വഴി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളല്ല, ശരിയായ വിജയത്തിന്റെ മാർഗം കാതിന് കുളിർമ നൽകുന്ന ഗാനകോകിലങ്ങളല്ല. ശരിയായ മോചനത്തിന്റെ വഴി ഏതാണ്? തഖ്വൽ ഇലാഹ്. ഈ
ലോകത്തിന്റെ മുഴുവനും പരമാധികാരിയായ സർവാധികാരിയായ അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുകയും അവന്റെ സാന്നിധ്യത്തിൽ വിശ്വസിക്കുകയും ആധ്യാത്മികമായ വിചാരത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് എനിക്കും നിങ്ങൾക്കും വിജയമുണ്ടാവുക. ആ വിജയത്തിന്റെ വഴിയിലേക്ക് കടന്നു വരണേ. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, അരുതായ്മകളുടെ ആലയത്തിൽ നിന്ന് ആസ്വാദനത്തിന്റെ ആരാമങ്ങളെ കെട്ടിപ്പടുക്കാമെന്ന് ആത്മീയമായി വിചാരിച്ച് ആധുനികതയുടെ പളപളപ്പിൽ നിന്ന് ആർഭാടങ്ങളുടെ നെറുകയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മനുഷ്യനോടാണ് ദ വേ ടു സാൽവേഷൻ, ശരിയായ മോചനത്തിന്റെയും വിജയത്തിന്റെയും വഴിയേതാണ്? തഖ്വൽ ഇലാഹ്, അല്ലാഹുവിലുള്ള തഖ്വയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹീഹി, പ്രപഞ്ചാധികാരിയുടെ കൽപ്പനകളെ സ്വീകരിക്കുകയും ലോകാധികാരിയുടെ വിലക്കുകളെ പാലിക്കുകയും ചെയ്ത് അരുതായ്മകളോട് അന്യം നിന്ന് ആരാധനകളോട് അടുപ്പം കാണിച്ച് ആത്മീയതയോട് ആലിംഗനം ചെയ്ത് അത്യുത്കൃഷ്ട കർമ്മങ്ങളോട് അദമ്യാനുരാഗം നിലനിർത്തുമ്പോഴാണ് നിനക്ക് മോചനം ലഭിക്കുക. ആ മോചനത്തിന്റെ വഴിയിലേക്ക് വരണേ. ഈ തഖ്വയുടെ വർത്തമാനമാണ് ആദ്യം ഇവിടെ നടക്കേണ്ടത്. 10 ദിവസത്തെ പ്രഭാഷണത്തിന്റെ ആത്മസത്ത തഖ്വയിലേക്ക് നമ്മുടെ മാനസങ്ങളെ ക്ഷണിക്കലാണ്. മോനെ, വിജയത്തിന്റെ വീട് തഖ്വയുടെ ഗേഹമാണ്. മോചനത്തിന്റെ വീട് തഖ്വയുടെ ഗേഹമാണ്. ആ തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹ്, അല്ലാഹുവിന്റെ കൽപ്പനകളെ പാലിക്കലാണ്. വജ്തിനാബു നവാഹി, അല്ലാഹുവിന്റെ വിരോധങ്ങളെ പാലിച്ചുകൊണ്ട് കൽപ്പനകളെ ശിരസാവഹിക്കുമ്പോഴാണ് നമ്മൾ മുഴുവനും വിജയത്തിന്റെ ആളുകളായി മാറുക. അതുകൊണ്ട് മുസൽമാന്റെ മാനസങ്ങൾ വിജയമന്ത്രങ്ങളെ ശരിയായി രേഖപ്പെടുത്തുമ്പോഴേ നമ്മൾ മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് വരൂ. നമ്മൾ മനസ്സിലാക്കിയെടുത്ത് അബദ്ധം വന്നുപോയി. പണത്തിലൂടെ മോക്ഷമെന്ന്, ഉദ്യോഗത്തിലൂടെ വിജയമെന്ന്, സമ്പന്നതയിലൂടെ സ്വർഗമെന്ന്, കൊട്ടാരത്തിലൂടെ സ്വർഗമെന്ന് എന്നൊക്കെ നമ്മളങ്ങ് നിർവചിച്ചു വെച്ചപ്പോഴാണ് നമ്മുടെ അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചു പോയത്. എന്നാൽ ഇവിടെ ശരിയായ മോക്ഷം ആരുടേതാണ്? മുത്തഖീങ്ങളായ ആളുകൾക്ക് മാത്രമാണ് മോക്ഷമുള്ളത്. അള്ളാഹുവിന്റെ മഹനീയമായ അനുഗ്രഹങ്ങളുടെ കടാക്ഷങ്ങൾ ഏറ്റുവാങ്ങാനുള്ള നിയോഗം വിശ്വാസികൾക്ക് മാത്രമാണ്. ആ തഖ്വയിലേക്ക് വരാനുള്ള വഴിയേതാണ്? ആ തഖ്വയിലേക്ക് വരാനുള്ള വഴിയേതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കയ്യിലേക്ക് മോഡേൺ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ നെറുകയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നിനക്ക് തഖ്വയുടെ വഴിയിലേക്ക്, അഥവാ അനന്തമായ മോക്ഷത്തിന്റെയും വിജയത്തിന്റെയും വഴിയിലേക്ക് വരണമെങ്കിൽ വതഅല്ലമൻ ഇൽമൻ യുസഹ്ഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി ഇസ്ഖുലാ. മോനെ, നിനക്ക് ശരിയായ മോക്ഷത്തിന്റെ മാർഗത്തിലേക്ക് വരണമെങ്കിൽ, വിജയത്തിന്റെ വഴിയിലേക്ക് നീ വരണമെങ്കിൽ നീ ഏറ്റെടുക്കേണ്ടത് എന്താണ്? നീ 3 അടിസ്ഥാനപരമായ ക്വാളിറ്റിയുള്ള വിജ്ഞാനം നീ നേടണം. 3 അനിവാര്യമായ സ്വഭാവമുള്ള വിജ്ഞാനം നീ നേടണം. ആ 3 ഗുണങ്ങൾ ഏതാണ്? വതഅല്ലമൻ ഇൽമൻ യുസഹ്ഹിഹു ത്വാഅതൻ വഅഖീദതൻ വമുസക്കിയൽ ഖൽബി ഇസ്ഖുലാ. അനിവാര്യമായ അടിസ്ഥാന വിജ്ഞാനം എഞ്ചിനീയറിംഗ് അല്ല, മെഡിസിൻ അല്ല, ബിസിനസ് സ്റ്റഡീസ് അല്ല, അക്കൗണ്ടിംഗ് അല്ല, സിവിൽ സർവീസ് എഡ്യൂക്കേഷൻ അല്ല, മോഡേൺ വിദ്യാഭ്യാസങ്ങളല്ല. നിന്റെ അടിസ്ഥാന വിജയത്തിനുള്ള അനിവാര്യമായ കമ്പൽസറി എഡ്യൂക്കേഷൻ ഏതാണ്? വതഅല്ലമൻ ഇൽമൻ യുസഹ്ഹിഹു ത്വാഅതൻ
ത്വാഅതൻ, നിന്റെ ആരാധനകളെ സ്വസ്ഥമാക്കുന്ന വിജ്ഞാനമാണ്. വതഅല്ലമൻ ഇൽമൻ യുസഹ്ഹിഹു അഖീദതൻ, നിന്റെ വിശ്വാസത്തെ ശുദ്ധമാക്കുന്ന വിജ്ഞാനമാണ്. ഞാൻ ആരിലാണ് വിശ്വസിക്കേണ്ടത്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്ന് വമിഞ്ഞു വരുന്ന മന്ദമാരുതൻ മാനവികതയുടെ മാനസങ്ങളിൽ മധുപെയ്യുന്ന മലർവാടി ഒരുക്കുകയാണ്. ആ മദീനയിലെ പുണ്യവാളനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നമുക്കറിയുന്നില്ല. നമ്മുടെ മക്കൾക്ക് ആ വിദ്യാഭ്യാസം നേടാനുള്ള നേരം വളരെ കുറവാണ്. അള്ളാഹുവിന്റെ ഹബീബിനെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അള്ളാഹുവിൽ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്, വിശുദ്ധ വേദത്തിന്റെ മൂല്യങ്ങളെ എങ്ങനെയാണ് പകർന്നെടുക്കേണ്ടത്, അങ്ങനെ അനിവാര്യമായ വിജ്ഞാനം നീ നേടണേ. നിന്റെ വിശ്വാസത്തെയും നിന്റെ ആരാധനയും ശുദ്ധമാക്കുന്ന വിജ്ഞാനമാണ്. അതാണ് നിനക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റിവെക്കാൻ പറ്റാത്ത വിജ്ഞാനം. ഒന്നാമത്തെ ക്വാളിറ്റി നിന്റെ വിശ്വാസം ശുദ്ധമാകാൻ. സെക്കൻഡ് വൺ, നിന്റെ ആ കർമ്മങ്ങൾ ശുദ്ധമാകാൻ. മൂന്നാമതായി നീ വേണ്ടതോ വമുസക്കിയൽ ഖൽബിസ്ഖുലാ, വമുസക്കിയൽ ഖൽബിസ്ഖുലാ, നിന്റെ മനസ്സിനെ വിമലീകരിക്കുന്ന വിജ്ഞാനമാണ്. ആത്മീയമായി നിന്നെ ഉയർത്തുന്ന വിജ്ഞാനങ്ങളിലേക്ക് നീ കടന്നു വരണം. അത് തഖ്വയിലേക്കുള്ള വഴിയാണ്. കാരണം ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അറിയുന്നവർ, അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നവർ, അള്ളാഹുവിന്റെ മഹത്വത്തെ കൂടുതൽ ഏറ്റുവാങ്ങുന്നവർ അവരാരാണ്? അള്ളാഹുവിനെ അറിയുന്ന പരിജ്ഞാനികളാണ്, വിജ്ഞാനികളാണ്, ആലിമീങ്ങളാണ്. എന്റെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ ലോകത്ത് ഏത് വലിയ ഡെസിഗ്നേഷൻ കരസ്ഥമാക്കിയാലും അവരെ എല്ലാം അതിജയിക്കുന്ന തലവാചകം ആലിമീങ്ങളുടേതാണ്. കാരണം എന്റെ മകൻ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നാൽ, ഞാൻ ഇൽമിന്റെ വഴിയിലേക്ക് കടന്നാൽ, من سلك في طريق يلتمس فيه علما سلك في طريق الجنة. ഒരാൾ ഇൽമിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ സ്വർഗത്തിന്റെ വഴിയിലാണ്. ആരാണ് പറയുന്നത്? മദീനായുടെ പുണ്യവാളനായ ലോകത്തിന്റെ നിറനിധികൾ ഒഴുകുന്ന മനസ്സകത്തിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ചാൽ അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള വഴിയിലാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഒരാൾ വരികയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് വരികയാണ്. സഫ്വാൻ ഇബ്നു അസ്സാൽ അൽ മുറാദി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൈതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഫഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞു, നബിയേ, ഇന്നി ജിഅ്തു അത്ലുബുൽ ഇൽമ, ഞാൻ ഇൽമ അന്വേഷിച്ച് വന്നതാണ് നബിയേ. ലോകത്തിന്റെ നേതാവ്, കാരുണ്യത്തിന്റെ കേദാരമായ പുണ്യനബിയുടെ തിരുസവിധത്തിൽ വന്ന് സഫ്വാൻ ഇബ്നു അസ്സാൽ പറയുകയാണ്, ഞാൻ സഹായം തേടി വന്നോ എന്നല്ല, ഇൽമ തേടിയിട്ടാണ് വന്നത് നബിയേ. ഫഖാല മർഹബൻ യാ ത്വാലിബൽ ഇൽമി, അല്ലയോ വിജ്ഞാനാന്വേഷിയായ മുതഅല്ലിമേ, നിങ്ങൾക്ക് സ്വാഗതം. വിജ്ഞാനം അന്വേഷിക്കുന്ന ആളുകളുടെ സദസ്സിലേക്ക് മലക്കുകൾ അതാ വന്നുകൂടുകയാണ്. മലക്കുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ലമലായികും തളഉൽ ജനാഹ ലഹു ഇദാ യസ്ആരിളം ബിമറാമിഹി മുതഖബ്ബലാ. അന്വേഷിക്കുന്ന വിജ്ഞാനത്തിന്റെ മഹത്വം പരിഗണിച്ച് വാനലോകത്തെ മലക്കുകൾ ചിറക് വിരിച്ചു കൊടുക്കും. ആർക്ക് വേണ്ടിയാണ്? വിജ്ഞാനം തേടുന്ന ആളുകൾക്ക് വേണ്ടിയാണ്. അവരുടെ പവിത്രത ലോകത്ത് വേറെ ആർക്കുമില്ല. അപ്പോൾ അള്ളാഹുവിനെ അറിയുന്ന വിജ്ഞാനം നമ്മുടെ കൂട്ടത്തിൽ വളർന്നു വരുമ്പോഴേ അള്ളാഹുവിലേക്ക് നാം ചേരൂ. അള്ളാഹുവിലേക്ക് നാം ചേരുമ്പോഴേ തഖ്വ നമ്മളിൽ രൂഢമൂലമാകൂ. തഖ്വയുള്ളവർക്ക് മാത്രമേ അള്ളാഹു സ്വർഗം നൽകുന്നുള്ളൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ തഖ്വയുടെ ഭവനമാകുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി ആത്മീയമായ വിജ്ഞാനത്തിന്റെ വഴിയാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ വിചാരിക്കും, എന്റെ മകൻ ഒരു ഡോക്ടറായാൽ കിട്ടുന്ന സ്ഥാനം എന്റെ മകൻ ഒരു മുസ്ലിയാരായാൽ കിട്ടുമോ? എന്റെ മകൻ ഒരു എഞ്ചിനീയർ ആയാൽ കിട്ടുന്ന ഫെയിം എന്റെ മകൻ ഒരു മുസ്ലിയാരായാൽ കിട്ടുമോ? എന്റെ മകൻ ഒരു മാനേജ്മെന്റ് സ്റ്റഡീസ് പാസ്സായവനായാൽ അത്രയും വലിയ നാമം എന്റെ മകൻ ഒരു മുസ്ലിയാരായാൽ കിട്ടുമോ എന്ന് ആലോചിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അവർക്ക് അബദ്ധം പിണഞ്ഞുപോയി. ഇവിടെ നിലനിൽക്കുന്ന വിലാസങ്ങൾ മുഴുവനും ആലിമീങ്ങളുടെ വിലാസമാണ്. ചിലപ്പോഴൊക്കെ മുസ്ലിയാക്കന്മാര് പോലും ഗൾഫിൽ പോയി 4 ചില്ലറയൊക്കെ വന്നാൽ എന്റെ മകനിനി മുസ്ലിയാരായില്ലെങ്കിലും വേണ്ടില്ല എന്ന് ചിലപ്പോ ചിന്തിച്ചു പോകുന്ന കാലമാണ്. നമ്മൾ ഇൽമിന്റെ മൂല്യം മനസ്സിലാക്കിയിട്ടില്ല, ആലിമിന്റെ മഹത്വം അറിഞ്ഞിട്ടില്ല. ഈ ലോകത്തുള്ള എല്ലാവരെക്കാളും സ്വീകരിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? ഉലമാക്കളാണ്, ഇൽമിന്റെ അഹ്ലുകാരാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ മുഹിബ്ബീങ്ങളെ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു? 1-ാം നൂറ്റാണ്ടിന്റെ അവസാനം ജനിച്ച മഹാനാണ്. താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ്. 15ഓളം സ്വഹാബികളെ കണ്ടിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങനെയുള്ള മഹാനാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കണ്ടിട്ടുണ്ടാകണമെന്ന് ചരിത്രം പറയുന്നു. അങ്ങനെയുള്ള മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ, ഇമാമുൽ മുസ്ലിമീന അബൂ ഹനീഫ, കആയാതി സബൂരി അല സഹീഫ. ലോകത്ത് ഏടുകളെക്കാൾ കിതാബിന് എത്ര പവിത്രതയാണോ അത്രയും വലിയ മഹത്വമാണ് മറ്റുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ അബൂ ഹനീഫ തങ്ങൾക്കുള്ളത്. അങ്ങനെയുള്ള ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആരാണ്? അബൂ ഹനീഫ തങ്ങൾ ആ കാലഘട്ടത്തിൽ ഒരു പള്ളിയിലെ മുതഅല്ലിമാണ്. ആ കാലഘട്ടത്തിൽ ഒരു പള്ളിയിലെ മുസ്ലിയാരാണ്. രാജാവ് കൊട്ടാരത്തിലിരിക്കുമ്പോ പള്ളിയുടെ മൂലയിൽ കിടക്കുന്നയാളാണ് നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന പേരുള്ള ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ലോകത്ത് അറിയാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നാൽ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ കാലത്തെ ഭരണാധികാരി ആരാണ്? അന്നത്തെ ഖലീഫ ആരാണ്? അന്നത്തെ മദീനയിലെ ഗവർണർ ആരാണ്? അന്നത്തെ കൂഫയിലെ ഗവർണർ ആരാണ്? അന്നത്തെ മദീനയിലെ ഗവർണർ ആരാണ്? അന്നത്തെ മക്കയിലെ ഗവർണർ ആരാണ്? അന്നത്തെ ഈജിപ്തിലെ ഗവർണർ ആരാണ്? നമുക്കറിയൽ നിർബന്ധമൊന്നുമില്ല. ചുരുക്കം ചില വിദ്യാർത്ഥികൾക്ക് മാത്രം അറിയാം. അത്രേ ആവശ്യമുള്ളൂ. പക്ഷേ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരില്ല. വിശ്വാസികളായ മുസ്ലിമീങ്ങൾ മാത്രമല്ല, മറ്റു ഗവേഷണ പടുക്കൾക്ക് പോലും അബൂ ഹനീഫ ഇമാം തങ്ങളെ അറിയാം.
അബൂ ഹനീഫ ഇമാം തങ്ങളുടെ ക്വാളിറ്റി എന്താണ്? അവിടുന്ന് ആത്മീയമായ വിജ്ഞാനമാണ്. അത്രയും വലിയ വിലാസം ആ കാലഘട്ടത്തിൽ ജീവിച്ച ഭൗതികവാദികളായ ആർക്കും ഉണ്ടായിട്ടില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനും അങ്ങനെയാണ്. അപ്പോൾ നിലനിൽക്കുന്ന വിലാസം ആരുടേതാണ്? എവർ ലാസ്റ്റിംഗ് അഡ്രസ് ആരുടേതാണ്? അത് ആലിമീങ്ങളുടെ വിലാസമാണ്. കാരണം ആലിമീങ്ങൾ ആരാണ്? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. പ്രിയപ്പെട്ട വാപ്പാ, നിങ്ങൾ ഒരു മുസ്ലിയാരാകട്ടെ അല്ലാത്ത മുസ്ലിമാകട്ടെ, എന്റെ മകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശിയാകണം എന്നൊരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടോ? എന്റെ മകൻ ശാഫിഈ ഇമാം തങ്ങളുടെ പിൻഗാമിയായ ഒരു ആലിമാകണം, എന്റെ മകൻ അബൂ ഹനീഫ ഇമാം തങ്ങളുടെ പിൻഗാമിയായ ഒരു ആലിമാകണം, എന്റെ മകൻ ഖുർആൻ മനപ്പാടമുള്ള ഒരു ഹാഫിളാകണം, എന്റെ മകൻ അള്ളാഹുവിന്റെ ദീനിന്റെ ദർസ് നടത്തുന്ന നല്ല ഒരു പണ്ഡിതനാകണം. ഇങ്ങനെയുള്ള ആത്മീയമായ വിചാരങ്ങളാണ് നമ്മളെ മതിക്കേണ്ടത്. ഇനി ഒന്നുകൂടി കടന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വേദമാകുന്ന ഖുർആൻ മനപ്പാടമാക്കാൻ എന്റെയും നിങ്ങളുടെയും മക്കളെ കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരാണ് അതിനു വേണ്ടി മക്കളെ കൊടുക്കുക? മുസ്ലിങ്ങളായ നമുക്ക് നമ്മുടെ മക്കളെ ഹാഫിളു ആലിമൊന്നും ആക്കണ്ട, എന്നാ പിന്നെ ഇതൊക്കെ പഠിക്കാൻ പിന്നെ ആരാ വരിക? ഈ സമുദായത്തിന്റെയും ഈ മതത്തിന്റെയും വിജ്ഞാനത്തെ ആരാണ് സംരക്ഷിക്കുക? ആരാണ് മതത്തിന്റെ പരിപാലകരും സംരക്ഷകരുമായി ഉണ്ടാവുക? അപ്പോൾ നമ്മുടെ മക്കൾ ഇൽമിന്റെ വഴിയിലേക്ക് വരണം, അനിവാര്യമായ വിജ്ഞാനം നേടണം, അള്ളാഹുവിനെ അറിയുന്ന വിജ്ഞാനം വേണം, ആരാധന അറിയുന്ന വിജ്ഞാനം വേണം, ആത്മാവിനെ അറിയുന്ന വിജ്ഞാനം വേണം. ഈ മൂന്ന് വിജ്ഞാനങ്ങളാണ് അനിവാര്യമായ വിജ്ഞാനങ്ങൾ. ഹാദിസ്സലാസതു ഫർളു ഐനിൻ ഫഅരിഫൻ വഅമൽ ബിഹാ തഹ്സുൽ നജാത്തുൻ വഅതിലാ. ഈ മൂന്ന് മണ്ഡലങ്ങളിലുള്ള വിജ്ഞാനമാണ് അനിവാര്യമായ വിജ്ഞാനം എന്ന് പറയുന്നത്. ഈ വിജ്ഞാനം നേടിയ ആളുകൾ അള്ളാഹുവിൽ നിന്നുള്ള ഡിവൈൻ ലൈറ്റ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ആളുകളാണ്. അവർ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കളുടെ മുഴുവനും നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട ഉടനെ അല്ലാഹു തആല പറഞ്ഞത് ഇൽമ തേടാൻ വേണ്ടിയുള്ള സഞ്ചാരമാണ്. ആദം നബിയുടെ ആദ്യത്തെ ചലനം തന്നെ മലക്കുകൾക്ക് പോയി അഭിവാദ്യം ചെയ്യണമെന്നും അവരുടെ അഭിവാദ്യം എന്താണെന്ന് തിരിച്ചു ശ്രദ്ധിക്കണമെന്നുമാണ്. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇമാമിയങ്ങൾ പറഞ്ഞു, ഇൽമ തേടിയിട്ടുള്ള ചലനമാണ് ആദ്യമായി ആദം നബിയോട് അല്ലാഹു തആല പറഞ്ഞത്. ആദം നബിയുടെ സഞ്ചാരം ആ വഴിക്കായിരുന്നു. അത്രയും വലിയ പ്രാധാന്യമാണ്. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവിടുന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇൽമ തേടിയിട്ട് സഞ്ചരിക്കണം. ഈ വിഷയം ഇമാം ബുഖാരി കിതാബുൽ ഇൽമിൽ കൊണ്ടുവരികയാണ്. ബാബു മാ ദുകിറ ഫീ ദിഹാബി മൂസാ ഫിൽ ബഹരി ഇലൽ ഖദർ. ഖദർ നബി അലൈഹിസ്സലാമിലേക്ക് പോകാൻ മൂസാ നബിയോട് പറഞ്ഞു. എല്ലാ വിശദീകരണത്തിലേക്കും ഞാൻ പോകുന്നില്ല. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഖതീബുൽ ബഗ്ദാദി അവിടുന്ന് അർ-റിഹ്ലത്തു ഫീ തലബിൽ ഹദീസ് എന്ന കിതാബിൽ എഴുതുകയാണ്, ഫീഹി ദലാലത്തുൻ അലാ ഇർതിഫാഇ ഖദ്രിൽ ഇൽമി വ ഉലൂവി മൻസിലത്തി അഹ്ലിഹി. അല്ലാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹിസ്സലാം ആ മൂസാ നബിയോട് പറയാണ്, അതാ ഇൽമിന്റെ മറ്റൊരു വിഭാഗം അറിയുന്ന ഖിദ്ർ നബിയുടെ പിന്നാലെ സഞ്ചരിച്ചോ.
വിശാലമായി ഞാൻ പറയേണ്ടതില്ല. ഖിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ആ യാത്രയിൽ ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ കലീമായ നബിയായ റസൂലായ മൂസാ നബി അലൈഹിസ്സലാമിനെ യാത്ര ചെയ്യിച്ചു എന്നതിൽ നിന്ന് മനസ്സിലായി ദലാലത്തുൻ അലാ ഇർതിഫാഇ ഖദ്രിൽ ഇൽമി വ ഉലൂവി മൻസിലതിഹി. അതിന്റെ പദവി എത്ര ഉയർന്നതാണ്, അതിന്റെ മഹത്വം എത്ര വിശാലമാണ് എന്ന് പറഞ്ഞു തരാനാണ് അള്ളാഹുവിന്റെ കലീമായ മൂസാ നബി അലൈഹിസ്സലാമിനെ ആ വഴിക്ക് വിട്ടതെന്ന് മഹാനായ ഖതീബുൽ ബഗ്ദാദി റിഹ്ലയിൽ പറയുകയാണ്. ഇനിയും അമ്പിയാക്കന്മാരുടെ തന്നെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. എന്നാൽ സ്വഹാബികളിൽ നോക്കിയാലോ, ഗിഫാർ ഗോത്രത്തിൽ നിന്ന് അബൂദർ റളിയല്ലാഹു അൻഹു ഇൽമിന്റെ അന്വേഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരു ഹദീസ് അന്വേഷിച്ചുകൊണ്ട് 1 മാസം യാത്ര ചെയ്യുകയാണ്. വീടിന്റെ വാതിൽക്കൽ ചെന്ന് വിളിക്കുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ്. സലാം പറയുമ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് ചോദിക്കുകയാണ്, ആരാണ് സലാം പറയുന്നത്? ഞാൻ ജാബിറാണ്. യഅനി ജാബിർ ഇബ്നു അബ്ദില്ലാ, ജാബിർ ഇബ്നു അബ്ദില്ലയാണോ? അതെ, നഅം. എന്തിനാണ് നിങ്ങൾ ഈ 1 മാസത്തെ വഴി ദൂരം സഞ്ചരിച്ചു വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നറിഞ്ഞു. അത് കിട്ടുന്നതിന് മുമ്പ് ഞാനോ നിങ്ങളോ വഫാത്തായി പോയാൽ അത് വിചാരിച്ചുകൊണ്ട് വന്നതാണ്. ഇങ്ങനെയുള്ള അന്വേഷണത്തിന്റെ വഴിയിലാണ് ഇമാമിയങ്ങൾ മുഴുവനും ഇൽമു തേടിയത്. പക്ഷേ നമ്മുടെ മുമ്പിൽ എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ ഇൽമു പഠിക്കുന്നില്ല. ഈ ഇൽമു പഠിച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കൾ അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായാൽ അപ്പോഴേ അവർക്ക് ശരിയായ ഇസ്ലാമിക് മൂവ്മെന്റ് കിട്ടുന്നുള്ളൂ. പണ്ഡിത പ്രതിഭകളുടെ പ്രഭാഷണങ്ങൾ, ഇസ്ലാമിക സീഡികൾ, കാലിക പ്രഭാഷണങ്ങൾ, ദഫ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടുകൾ, ഖുർആനിക ദൃശ്യശ്രാവ്യ സീഡികൾ തുടങ്ങി എല്ലാവിധ സീഡികളുടെയും മഹനീയ ശേഖരണം എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്. കൂടാതെ തസ്ബീഹ് കൗണ്ടർ, ഇന്ത്യൻ വിദേശ അത്തറുകൾ, പെർഫ്യൂമുകൾ, വിദേശ ഉൽപ്പന്നങ്ങൾ എന്നിവയും ഞങ്ങളുടെ ശേഖരണത്തിൽ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കുന്നു. ലേബറികൾക്കും കച്ചവടക്കാർക്കും ഞങ്ങൾ ഒരുക്കുന്ന പ്രത്യേക ഡിസ്കൗണ്ടുകൾ. ഓർക്കുക, എക്കോ ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പ്, ഗ്രൗണ്ട് ഫ്ലോർ, മർക്കസ് കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, മാവ് റോഡ്, കാലിക്കറ്റ്. طيبة طيبة بيعت بيبي تبنا بطه حبيبي تبنا بطه يا من طلعت بدرا قد كنت أطيب طيبي قد كنت أطيب طيبي طوبى لمن بطيبة يا من تبت بطيبة طيبة بيعت بيبي تبنا